ഹലോ ഹായ്, ഇത് രാവിലെ ഉറക്കം സീനാണ് കേട്ടോ. കുറച്ച് രാവിലെ എണ്ണിക്കേണ്ടി വന്നു. അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ട് രണ്ടാമത് ഡബ്ബയും വാങ്ങി. ബാക്കിയെല്ലാം അല്ലാതെ അങ്ങ് ഇട്ടേക്കുക കേട്ടോ. പിന്നെ എന്തൊക്കെ കറിയാണ്, ഇന്നലത്തെ കറിയാണ് കേട്ടോ. പിന്നെ ചോറ് തിളപ്പിച്ച് മുട്ടക്കറിയാണ്. മുട്ടക്കറിയുടെ വെള്ളത്തീയലാട്ടോ. കുറച്ച് പുട്ടും 2 ചപ്പാത്തി ഉണ്ട്. അപ്പം അത് ചുടണം. ഞാൻ പോയി മകള് തുണിയൊക്കെ തേക്കുന്നു. ഞാൻ പറഞ്ഞ് എൻ്റെ ഉടുപ്പും കൂടെ ഒന്ന് തേച്ചിടുന്നു. തേച്ച് തീർന്നാ? അമ്മേനെ കൊണ്ട് ഇടുന്ന എടുത്തിട്ടേ തുണിയൊക്കെ മോള് തേച്ച് തന്നു കേട്ടോ. അലമാരി ചുരുട്ടിക്കൂട്ടി വെക്കുന്നതല്ലേ, അങ്ങനെ തുണിയെല്ലാം പറക്കിയിട്ട് 8 മണിയാകുമ്പോഴത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇപ്പം സമയം 7 മണിയായി. ഇവിടെ കുറച്ചൊക്കെ ഒതുക്കണ്ടേ. അവളും ഞാനോട് സഹായിച്ചു കൊടുക്കാമെന്ന് വെച്ച്. അവൾ കൂട് കഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. തുണികൾ ഉണങ്ങാൻ കിടക്കുന്നു. ഇനി അടുക്കളയിൽ നമുക്ക് എന്തായാലും നോക്കാം. ആദ്യം ചപ്പാത്തി ഇടുന്നു. ചപ്പാത്തി തികയാത്തതുകൊണ്ട് കുറച്ച് പുട്ട്. ഇത്രയും മുട്ടയുണ്ട് കേട്ടോ. ജോലിയൊക്കെ തീർന്നു. പുട്ട് കഴിഞ്ഞ് തീയൽ വെച്ച് ഇന്നലത്തെ മീൻകറി ഉണ്ട്. അതാണ് കറികൾ. ഞാനിവിടെ എല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കും കേട്ടോ. അപ്പം മോള് തൂത്തിടും, തുടയ്ക്കത്തില്ല. എനിക്കിപ്പോൾ ഇച്ചിരി കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം ഇച്ചിരി കുറവുണ്ട് കേട്ടോ. തൊണ്ടയ്ക്കേ ഉള്ളൂ പ്രശ്നം. ബാക്കി വലിയ കുഴപ്പമില്ല. വേദനയൊക്കെ കുറവുണ്ട്. പൊടി അടിച്ചുകൊണ്ടിരുന്നപ്പോൾ തല ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞാനിവിടെ കിടക്കുമായിരുന്നു. പിന്നെ അങ്ങനെ മോള് പോയി പൊടി അടിക്കുന്നു. ഭയങ്കര തലകറക്കം. രാവിലെ എണീറ്റുകൊണ്ടാണെന്ന് തോന്നുന്നു. കണ്ണ് ഉറക്കാൻ വയ്യ. TV ഇട്ടിട്ടേ പൊടി അടിക്കത്തുള്ളൂ. പാട്ടിട്ടിട്ട് പൊടി അടിക്കും. ഞാൻ അതുകൊണ്ട് മൊബൈൽ ഓണാക്കത്തില്ല. നമുക്ക് കോപ്പി റൈറ്റും കയറി വരത്തില്ലേ. അതുകൊണ്ടാണ് പൊടി എടുക്കാനുള്ള ഒതുക്കങ്ങൾ. എനിക്ക് എണ്ണീറ്റ് ഒന്ന് എടുക്കാൻ വയ്യ കേട്ടോ. ഭയങ്കര തലകറക്കം. രാവിലെ അങ്ങ് വയ്യാണ്ടായി. ഇനി കുറച്ച് നേരത്തെ എണീറ്റാൽ പിന്നെ ഇതാ കുഴപ്പം. കണ്ണുറങ്ങണേ കുറേ കഴിഞ്ഞു. ഞാൻ ഇച്ചിരി നേരം പോയി കിടക്കാം. 8 മണിക്ക് പോകണമെന്ന് പറഞ്ഞതാണ്. എനിക്കറിയാം 8 മണിക്ക് പോകാൻ പറ്റുമോ. കുറച്ച് കഴിയുമ്പോൾ മാറും, നല്ലോണം ആവും. ഞാനിപ്പം അങ്ങനത്തെ നടക്കം നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്ര വലിയ പൊടിയൊന്നുമില്ല കേട്ടോ. ചെറിയൊരു വൃത്തിയാക്കിയിട്ടിട്ട് പോയാൽ പിന്നെ നമുക്ക് വരുമ്പോൾ ഒരു സ്വസ്ഥത ഉണ്ടല്ലോ. അന്ന് എവിടെയെങ്കിലും കിടക്കാം. ഞാൻ പറയുന്നത് കേൾക്കാവോന്ന്. മൈക്കില്ലാത്തതുകൊണ്ട് എന്തായാലും മൈക്ക് മേടിക്കണം. ഇനി ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയാൽ എനിക്ക് എളുപ്പമുണ്ട് എഡിറ്റ് ചെയ്യുമ്പോഴേ. അല്ലെ പിന്നെ കുത്തിയിരുന്ന് സംസാരിക്കണം. ഞാൻ ഇച്ചിരി നേരം ഇവിടെ കിടക്കാം. കട്ടിലിരിക്കുന്ന ഒരു സുഖമില്ല. ഇവിടെ ആകുമ്പോൾ ഒരു എന്തോ പോലെ. അപ്പോൾ ഇവിടെ ഇച്ചിരി കിടക്കാമെന്ന് വെച്ചാൽ അവൾ തൂത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി കേട്ടോ. മോൾക്ക് ട്യൂഷനുണ്ട്. മോളെ ട്യൂഷനാക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. സാധാരണ ഞാൻ അങ്ങനെയൊന്നും കാണിക്കാറില്ല. ഞാൻ മാസ്ക് ഇട്ടുകൊണ്ട് ഇവിടെ ആശുപത്രി പോകാറുള്ളൂ കേട്ടോ. അല്ലാതെ എവിടെയും പോകുന്നില്ലല്ലോ. ആശുപത്രി വീടും തന്നെ. അങ്ങനെ ഞങ്ങളെ വഴി കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പുറക്കെ ആൾ വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോ നമ്മളെ കിട്ടുകൊണ്ടനാണ്, അതായത് സിന്ധുജിയുടെ ഭർത്താവ്. അതായത് നമ്മളെ വഴി ഇങ്ങനെ അമ്പതോളം ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ പോകുമ്പം പോളയത്തോട് ജംഗ്ഷൻ എത്തും. അപ്പോൾ അതിന് മുമ്പ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ കേട്ടോ. അത് ഇങ്ങനെ കാണിച്ചു തരാം. എന്തായാലും കുറച്ച് ലോങ് വീഡിയോ ആവും. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ കണ്ടില്ലെങ്കിലും കാണുന്നവർക്ക് മനസ്സിലാവട്ടെ. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലും വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ പോളയത്തോട് ജംഗ്ഷനിൽ എത്തുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് കട്ട് ചെയ്ത് അമൃതവളത്ത് നിന്നാണ് നമ്മൾ വരുന്നത്. നമ്മൾ തെക്കേക്കുറ്റിക്കാവിൻ്റെ അമ്പലത്തിൻ്റെ അടുത്താണ്. അതിൻ്റെ ഇപ്പുറത്ത് അമൃതവളം. അപ്പോൾ ഇതാണ് റെയിൽവേ ഗേറ്റ് കഴിഞ്ഞു. ഇവിടെ വരുന്നത് പോളയത്തോട് ജംഗ്ഷനാണ് കേട്ടോ. ഇവിടെ വല്ല വെള്ളം കെട്ടി മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഓട്ടോയ്ക്കൊക്കെ നല്ല സുഖമായിട്ട് ഓടാം കേട്ടോ. നല്ല അങ്ങോട്ടും വെള്ളത്തിൽ ഇങ്ങോട്ടും കുലുങ്ങി പോവുക. അപ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട്. മുറിച്ചാലും മുടങ്ങുന്ന കൃഷ്ണൻ അമ്പലമാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തോട്ട് വരുമ്പോൾ ഓരോരോ കടകളുണ്ട്. പിന്നെ ഇങ്ങനെ നേരെ പോകുമ്പം ഞാൻ പണ്ട് ജോലി ചെയ്തൊക്കെ കടയില്ലേ, വജ്ര അത് ആ ബിൽഡിങ്ങാണ്. നേരെ കാണുന്ന വലിയ ബിൽഡിങ് അവിടെയായിരുന്നു വജ്രയുടെ കട. അപ്പോൾ അവിടെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകുന്നത് കേട്ടോ. കൊല്ലത്തോട്ടല്ലേ പോകുന്നത്. അപ്പം ഇതാണ് പോളയത്തോട് ജംഗ്ഷൻ.
പുഴത്തോട് ജംഗ്ഷനിൽ ഓട്ടോയിൽ കയറിയിട്ട് തെക്കേക്കുറ്റി അമ്പലത്തിനടുത്ത് വരാൻ പറഞ്ഞാൽ എൻ്റെ വീട്ടിനടുത്ത് എത്തും. അപ്പോൾ ഈ വലിയ ബിൽഡിങ്ങിലാണ് നേരെ കാണുന്ന ബിൽഡിങ് ഞാൻ ജോലി ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പം എൻ്റെ യാത്രാവ് പറഞ്ഞ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കണ്ടോ, ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ബാക്കിയൊക്കെ നമ്മൾ ആശുപത്രിയിലെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കേ.